Hi all, good evening. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ LDC, അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തന്നെയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് LDC. ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോട് കൂടി തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള ഇതിന്റെ കട്ട് ഓഫും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് LDCയെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ചലഞ്ചർ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പല കോഴ്സുകൾ, അതായത് പല ബാച്ചുകളുണ്ട്. ഗോൾഡ് ബാച്ച് ഉണ്ട്, നോർമൽ ബാച്ച് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഫീസിലെ വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് LDC ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനില് കട്ട് ഓഫ് വന്നിരുന്നത് 51 ആയിരുന്നു. ഈ 51 മാർക്കിനുള്ളിലുള്ള എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിലെ ഒരു അതായത് 135 നിയമനങ്ങൾ നടന്നു 1.5 വർഷം കഴിഞ്ഞപ്പോ തന്നെ. നമുക്കറിയാം സാധാരണ ഒരു റാങ്ക് ലിസ്റ്റ് 3 വർഷമാണ്. പക്ഷെ ഇത് 1.5 വർഷം കഴിഞ്ഞപ്പോ തന്നെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം കിട്ടി. അന്ന് കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മാർക്കായിരുന്നു. അപ്പൊ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട്, 124 ഒഴിവുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 51 കട്ട് ഓഫ് വന്ന സമയത്ത് 55 വേക്കൻസികൾ എന്നാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതാണ് 135 ഒഴിവുകളും കഴിഞ്ഞു. പക്ഷെ 1.5 വർഷം ആയപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് കഴിയുകയും ചെയ്തു. അതായത് വേക്കൻസികൾ ഇനിയും നന്നായിട്ട് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കള്, നമുക്കിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവര് എക്സാമിന് ഒരു 1 month ഒക്കെ മുമ്പേ സിലബസ് വരത്തുള്ളൂ. വലിയൊരു സിലബസ് ആണ് ഇവര് നമുക്ക് തരുന്നത്. പക്ഷെ മെയിലായിരുന്നു ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ മെയിൽ നമ്മൾ ചെയ്തു, ജൂലൈയിൽ എക്സാമും കഴിഞ്ഞു. അതായത് ഒരു 1.5 മാസം കഷ്ടിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള. സോ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, അതായത് 60 ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 60 ദിവസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു 1 month മുമ്പേ ഇവർ സിലബസ് വിടത്തുള്ളൂ. അപ്പൊ സിലബസിലെ മാറ്റമില്ലാത്ത ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്, കറണ്ട് അഫയേഴ്സ് ആണ്. അത്ര പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുവിധം സിലബസ് കവർ ചെയ്യും. അപ്പൊ അതിനായിട്ടുള്ള നേരത്തെ തന്നെ പഠനം തുടങ്ങണം. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഇപ്രാവശ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ് ചോദിച്ചിരുന്നത്. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ ഇംഗ്ലീഷും മാത്സും മലയാളം ആണെങ്കിൽ അത് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. കറണ്ട് അഫയേഴ്സ് 2024 25 ഒക്കെ പഠിച്ച് നിങ്ങൾ തുടങ്ങാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ ഇതിലിവിടെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് അപ്പൊ അവിടെയും ചെറിയൊരു കോമ്പറ്റീഷനിൽ ഒരു നമുക്ക് ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ നന്നായി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിനുള്ള പ്രിപ്പറേഷൻസ് മുന്നോട്ട് തുടങ്ങുക. അതിനായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പുതിയതും പഴയതുമായ എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സ് അല്ല, ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.